2026 മെയ് 18-ന് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള നിർണായകമായ IPL മത്സരത്തിനിടെ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഹെൻറിച്ച് ക്ലാസനും തമ്മിൽ മൈതാനമധ്യത്തുണ്ടായ അതിരൂക്ഷമായ വാക്കുതർക്കം ക്രിക്കറ്റിലെ കളിനിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളും കളിക്കാരുടെ അമിതമായ സമ്മർദ്ദവും പരസ്പരം കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായ ഒന്നാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ റൺ ചേസിന്റെ 15-ാം ഓവറിൽ 26 പന്തിൽ 47 റൺസുമായി അതിവേഗം കുതിക്കുകയായിരുന്ന ഹെൻറിച്ച് ക്ലാസൻ ചെന്നൈയുടെ അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിന്റെ ഒരു ഗൂഗ്ലി പന്തിനെ ക്രീസ് വിട്ടിറങ്ങി വലിയൊരു സിക്സറിന് ശ്രമിച്ചെങ്കിലും പന്തിന്റെ കറക്കം മനസ്സിലാക്കാൻ സാധിക്കാതെ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. ഈ സമയം വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിച്ചിരുന്ന ചെന്നൈ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ഒട്ടും സമയം കളയാതെ മിന്നൽ വേഗത്തിൽ പന്ത് കൈക്കലാക്കി സ്റ്റമ്പുകൾ ഇളക്കുകയും തുടർന്ന് തേർഡ് അമ്പയർ നടത്തിയ അതീവ സൂക്ഷ്മമായ റീപ്ലേ പരിശോധനകളിൽ ബെയിൽസ് പൂർണ്ണമായി വേർപെടുന്ന കൃത്യമായ മില്ലി സെക്കൻഡിൽ ക്ലാസന്റെ പിൻകാൽ വായുവിലായിരുന്നു എന്ന് വ്യക്തമായതോടെ ഔട്ട് പ്രഖ്യാപിക്കുകയുമാണുണ്ടായത്. മത്സരത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഈ വിക്കറ്റ് നേട്ടത്തിന് തൊട്ടുപിന്നാലെ സാധാരണയായി ശാന്തപ്രകൃതക്കാരനായ സഞ്ജു സാംസൺ തികച്ചും അക്രമോത്സുകമായ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് വിജയമാഘോഷിക്കുകയും പവലിയനിലേക്ക് മടങ്ങാൻ തുടങ്ങിയ ക്ലാസിനെ നോക്കി രൂക്ഷമായ ഒരു നോട്ടവും ചില വാക്കുകളും എറിയുകയും ചെയ്തു. തന്റെ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടടുത്തുവച്ച് ടീം പരാജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഔട്ടായതിന്റെ കടുത്ത നിരാശയിലായിരുന്ന ക്ലാസിന് സഞ്ജുവിന്റെ ഈ പെരുമാറ്റം ഒട്ടും സഹിക്കാനായില്ല. പവലിയനിലേക്ക് പോകുന്നതിനു പകരം ക്ലാസൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്ന് ചെന്നൈ കളിക്കാരുടെ വിക്കറ്റ് ആഘോഷ ഹഡിലിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും സഞ്ജു സാംസണിന്റെ മുഖത്തോട് മുഖം ചേർത്ത് നിന്നുകൊണ്ട് കടുത്ത ഭാഷയിൽ അലറുകയും ചെയ്തു. സഞ്ജുവും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ക്ലാസന്റെ കണ്ണുകളിലേക്ക് നോക്കി മൈതാനമധ്യത്തിൽ വച്ച് ശക്തമായി വാക്കുകളാൽ തിരിച്ചടിച്ചതോടെ കളിസ്ഥലത്തെ അന്തരീക്ഷം വല്ലാതെ വഷളായി മാറി. ചെപ്പോക്കിലെ 10,000-കണക്കിന് വരുന്ന കാണികളുടെ കടുത്ത അട്ടഹാസം കാരണം സ്റ്റംപ് മൈക്രോഫോണിലെ ഓഡിയോ വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് വന്ന മാധ്യമ റിപ്പോർട്ടുകളും ലിപ് റീഡിംഗ് വിദഗ്ധരുടെ വിലയിരുത്തലുകളും അനുസരിച്ച് ക്ലാസൻ സഞ്ജുവിനോട് ഹിന്ദിയിൽ ബാറ്റ് പട രഹാ ഹെ, അതായത് പന്ത് ബാറ്റിലോ പാഡിലോ തട്ടിയാണ് വന്നത് എന്ന രീതിയിലാണ് ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് തർക്കിച്ചതെന്ന് വ്യക്തമായി. ക്രിക്കറ്റിന്റെ അന്താരാഷ്ട്ര നിയമസംഹിതയായ MCC നിയമം 39 അനുസരിച്ച് ഒരു പന്ത് ബാറ്റിലോ ഗ്ലൗസിലോ അല്ലെങ്കിൽ ലെഗ് പാഡിലോ തട്ടിയാലും ബാറ്റ്സ്മാൻ ക്രീസിന് പുറത്താണെങ്കിൽ വിക്കറ്റ് കീപ്പർക്ക് നിയമപരമായി സ്റ്റംപിംഗ് നടത്താൻ പൂർണ്ണമായ അവകാശമുണ്ട്. പന്ത് ബാറ്റിന്റെയോ ഗ്ലൗസിന്റെയോ വശങ്ങളിൽ തട്ടി വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ നേരിട്ടെത്തുകയും ബാറ്റ്സ്മാൻ ക്രീസിന് വെളിയിലാവുകയും ചെയ്താൽ സാധാരണയായി അത് കോട്ട് ബിഹൈൻഡ് വിക്കറ്റായാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ കീപ്പർ പന്ത് ആദ്യ ശ്രമത്തിൽ കൈവിട്ട ശേഷം വീണ്ടും വീണ്ടെടുത്ത് സ്റ്റംപ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റംപിംഗ് ആയി മാറും. അതേസമയം പന്ത് ബാറ്റിന് പകരം ബാറ്റ്സ്മാന്റെ ലെഗ് പാഡിലാണ് തട്ടുന്നതെങ്കിൽ പന്ത് തുടർച്ചയായി സജീവമായി ലൈവ് ബോൾ തന്നെ നിലനിൽക്കുന്നതാണ്. ഈ സമയത്ത് ബാറ്റ്സ്മാൻ തന്റെ ശരീരത്തിന്റെ നിയന്ത്രണമോ ബാലൻസോ നഷ്ടപ്പെട്ട് ക്രീസിന് പുറത്തേക്ക് പോയാൽ വിക്കറ്റ് കീപ്പർക്ക് വിക്കറ്റ് ഇളക്കി സ്റ്റംപിംഗ് പൂർത്തിയാക്കാം. എന്നാൽ ഇവിടെ ക്ലാസൻ പ്രധാനമായും വാദിക്കാൻ ശ്രമിച്ചത് മറ്റൊന്നായിരുന്നു. പന്ത് തന്റെ പാഡിൽ തട്ടിയ ഉടൻ തന്നെ അത് ഡെഡ് ബോൾ ആയി മാറിയെന്നും കളി നിർത്തിവെച്ച ആ അവസ്ഥയിലാണ് സഞ്ജു സ്റ്റംപ് ചെയ്തതെന്നുമാണ് ക്ലാസൻ വിശ്വസിച്ചത്. ക്രിക്കറ്റ് നിയമപ്രകാരം ഫീൽഡിംഗ് ചെയ്യുന്ന ടീമും ബാറ്റിംഗ് നടത്തുന്ന 2 ബാറ്റ്സ്മാൻമാരും ആ പന്തിന്മേലുള്ള കളി അവസാനിച്ചതായി പൂർണ്ണമായും കരുതുന്ന നിമിഷത്തിലാണ് അമ്പയർ കളി നിർത്തി ഡെഡ് ബോൾ പ്രഖ്യാപിക്കുന്നത്. സഞ്ജു പന്ത് ആദ്യ തവണ കൃത്യമായി കയ്യിലൊതുക്കിയില്ലെന്നും അതിനിടയിലുണ്ടായ ചെറിയ അശ്രദ്ധ കാരണം പന്ത് കളിക്ക് പുറത്തായെന്നുള്ള ധാരണയിലാണ് ക്ലാസൻ അമ്പയർമാരോടും സഞ്ജുവിനോടും അത്രമേൽ ദേഷ്യപ്പെട്ടത്. എന്നാൽ തേർഡ് അമ്പയറുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പന്ത് ഒരു നിമിഷം പോലും നിശ്ചലമായിരുന്നില്ലെന്നും പൂർണ്ണമായും ലൈവായിരുന്ന അവസ്ഥയിലാണ് സഞ്ജു സ്റ്റംപ് ചെയ്തതെന്നും വ്യക്തമായതോടെ ക്ലാസന്റെ വാദങ്ങൾ അമ്പയർമാർ തള്ളിക്കളയുകയായിരുന്നു. വാക്കേറ്റം ശാരീരികമായ കയ്യേറ്റത്തിലേക്ക് കടക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ചെന്നൈ താരം ശിവം ദുബെയും ബൌളർ നൂർ അഹമ്മദും ഓൺഫീൽഡ് അമ്പയർമാരും ചേർന്ന് ഇരുവർക്കുമിടയിൽ നിൽക്കുകയും സഞ്ജുവിനെ തടഞ്ഞു നിർത്തി ക്ലാസിനെ പവലിയനിലേക്ക് നിർബന്ധപൂർവ്വം പറഞ്ഞയക്കുകയുമാണുണ്ടായത്. തുടർന്ന് അമ്പയർമാർ സഞ്ജു സാംസനെ വിളിച്ച് താക്കീത് നൽകിയ ശേഷമാണ് കളി പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. IPLന്റെ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങൾ പരസ്യമായി ലംഘിച്ചതിനും അനാവശ്യമായ ആംഗ്യങ്ങളും വാക്കേറ്റങ്ങളും മൈതാനത്ത് സൃഷ്ടിച്ചതിനും മത്സരത്തിന് ശേഷം മാച്ച് റഫറി ഇരു കളിക്കാർക്കും കനത്ത തുക മാച്ച് ഫീ പിഴയായി ചുമത്താൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്.